ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുളത്തൂപ്പുഴയിൽ നിന്ന് അവതക്കുട്ടിച്ചായൻ തിരികെ പുനലൂർക്ക് പോയതിനു ശേഷം അലീനയും കൂട്ടി സ്റ്റാൻലി പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അലീനയ്ക്ക് കുറേയധികം സമ്മാനങ്ങളും വിലപിടിപ്പുള്ള കുറച്ച് ഡ്രസ്സുകളും ഓർണമെന്റ്സും ഒക്കെ മേടിച്ചു കൊടുത്ത് അലീനയെ ഒരുപാട് സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സ്റ്റാൻലി. അത് മാത്രവുമല്ല, അലീന കുറച്ചും കൂടെ സ്റ്റാൻലിയുമായി അടുപ്പത്തിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് സ്റ്റാൻലി ഇതിനൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ അവർ കറങ്ങാനിറങ്ങുന്ന സമയത്ത് യാദൃശികമായി അലീനയും സ്റ്റാൻലിയെയും ഒരുമിച്ച് കാണുകയാണ് വൈജയന്തി. സ്റ്റാൻലിക്കൊപ്പം അലീനയെ ഒരുമിച്ച് കാണുന്ന വൈജയന്തി ആകെ തകർന്നു പോകുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ അലീന കുളിച്ച് റെഡിയായി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരയെ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലിയും റെഡിയായി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആൻ്റപ്പനും ബൈജുവും കൂടി ഇവർക്ക് പോകാനുള്ള വണ്ടിയൊക്കെ തുടച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. സ്റ്റാൻലി അലീനയും കൂട്ടി ഒരു ലോങ് ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നത്. ബൈജു, ഞാൻ വണ്ടി എടുക്കട്ടെ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും, വേണ്ട, എൻ്റെ മകളെയും കൂട്ടി പോകാൻ എനിക്കറിയാം, ഇപ്പം നിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടോ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അയാൾക്ക് നേരെ. പിന്നെ പൗലോസിനോടും ആൻ്റപ്പനോടും കൂടിയായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റാകും, വീട് ഇതുപോലെ തന്നെ കാണണം, ഇനി അതും കൂടി വിറ്റ് മുടിക്കരുത് എന്ന് സ്റ്റാൻലി ദേഷ്യത്തോടെ പറയുമ്പോൾ പൗലോസ് തലകുനിച്ച് അത് കേട്ടോടെ നിൽക്കുകയാണ്. ഇപ്പോൾ വന്ന് ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റാതായി എന്നിങ്ങനെ പിറപുറത്തോണ്ട് തന്നെയാണ് സ്റ്റാൻലി വരാന്തയിലേക്ക് ഇറങ്ങി പോകുന്നതും. അലീന, നീ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് ഇറങ്ങാം എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ സ്റ്റാൻലിയോടൊപ്പം തന്നെ അലീനയും ഇറങ്ങുന്നുണ്ട്. സ്റ്റാൻലിയുടെ പേഴ്സണൽ കാർ അല്ലാതെ മറ്റൊരു കാറാണ് ബൈജു ഇറക്കിയിട്ടിരുന്നത്. കോടികൾ വിലമതിക്കുന്ന ഒരു ആഡംബര കാർ. അലീനയ്ക്ക് അത് കണ്ടിട്ട് എന്തോ പോലെ തോന്നി. ഇതുപോലൊരു ആഡംബര കാറിൽ യാത്ര ചെയ്യാൻ മാത്രം ഭാഗ്യം തനിക്കുണ്ടോ എന്ന് അലീന സംശയിച്ചു. അങ്ങനെ അലീനയും കൂട്ടി സ്റ്റാൻലി ജോസഫ് അവിടുന്ന് പോയതിനു ശേഷം ആനപ്പനും പൗലോസും ബൈജുവും കൂടി സംസാരിക്കുകയാണ്. കേണൽ സാറിന് ഇപ്പൊ നമ്മളെ തീരെ വിശ്വാസമില്ലാതായി. എല്ലാം ആ കൊച്ചു കാരണമാണ്. ആ കൊച്ചിവിടെ വന്നതിൽ പിന്നെ നമുക്കൊരു ഫ്രീഡം പോലും ഇല്ലാതായി എന്നിങ്ങനെ പൗലോസ് പറയുമ്പോഴേക്കും ആൻ്റപ്പൻ പറയുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല പൗലോസേ, അടുക്കളയിൽ നീ കുറേയധികം കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ ആ കൊച്ചു കൈയോടെ കണ്ടുപിടിച്ചില്ലേ? ചെറിയ ചെറിയ തട്ടിപ്പോളും വെട്ടിപ്പോളും ഒക്കെ നടത്തി ഇച്ചിരി ചിക്കലി കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാ. എല്ലാം ഒറ്റയടിക്കല്ലേ ഇല്ലാണ്ടായത്. എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ കുറഞ്ഞ ഒരു 50,000 രൂപയെങ്കിലും പല രീതിയിൽ നമുക്ക് ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നതാ. ഇനിയിപ്പോ അതൊന്നും തന്നെ നടക്കില്ല. എണ്ണിച്ചുട്ട അപ്പം പോലെ ഇനി കേണൽ സാബ് തരുന്ന ശമ്പളം മാത്രമേ കാണുള്ളൂ. വരുമാനം തീരെ ഇല്ലാതായി. ഇനി ഈ ജോലി പോകാതെയെങ്കിലും നോക്കണം എന്ന് പറയുന്നുണ്ട് പൗലോസും ആൻ്റപ്പനും. അപ്പൊ ബൈജു പറയുന്നുണ്ട്, എന്റെ കാര്യവും കഷ്ടത്തിൽ തന്നെയാ. ലോങ് ട്രിപ്പൊക്കെ വരുമ്പോൾ എനിക്കും ശമ്പളം ഇച്ചിരി കൂട്ടിത്തരുന്നതായിരുന്നു കേണൽ സാബ്. ഇതിപ്പോ സാബ് തന്നെയല്ലേ ഡ്രൈവ് ചെയ്യുന്നത്. അന്ന് എസ്റ്റേറ്റ് കാണാൻ പോയപ്പോഴും സാബ് തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. മിക്കവാറും എന്റെ പണി പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്റെ പണി മതിയാക്കി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോന്നും എനിക്ക് നല്ല സംശയമുണ്ട് ആൻ്റിപ്പേട്ട. ഈ പണി പോയാൽ ഇതുപോലെ മറ്റൊരിടം കിട്ടാനും വലിയ പാടാന്ന് ബൈജു പറയുന്നുണ്ട്. ആൻ്റപ്പൻ പറയുന്നുണ്ട്, ആ കൊച്ചു വന്നേ പിന്നെ സാബിന്റെ സ്വഭാവത്തിൽ തന്നെ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സാബിന്റെ മാത്രമാണോ, അതിനെ ഇവിടുന്ന് പാർപ്പിക്കൂ എന്ന് പറഞ്ഞു വന്ന അവതക്കുട്ടിച്ചായന്റെ മാറ്റമോ? അതാണ് ഭയങ്കരം. ഇവിടെ വന്ന് അതിനെ കണ്ടപാടെ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയായി. മരിച്ചുപോയ അവതക്കുട്ടിച്ചായന്റെ ഭാര്യ ചിന്നമ്മയുടെ അതേ രൂപവും സംസാരവും അതിനെന്നാ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സ്വന്തം അമ്മച്ചിയുടെ അതേ രൂപത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും ഒക്കെ സാദൃശ്യമുള്ള ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ കേണൽ സാബ് വീണുപോയെന്നേ. അതാണ് കാര്യം. അതുകൊണ്ടാ അതിനെ ഇങ്ങനെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ ആൻ്റപ്പൻ. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇനി കുറച്ചൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ നമുക്ക് പിടിവീഴും. ഈ കൊച്ചിന്റെ പേരിൽ പല പല പ്രശ്നങ്ങളും ഈ വീട്ടിൽ ഉണ്ടായേക്കാം. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. ആ കൊച്ചിനെ കേണൽ സാബ് എങ്ങനെ സംരക്ഷിക്കുന്നൊക്കെയുള്ളതും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്നൊക്കെ ഇങ്ങനെ അലീനയും സാബിനെയും കുറിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അലീനയും സ്റ്റാൻലിയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്തേക്കോ? അവിടെ എന്താ? എന്തിനാ ഇത്രയും ദൂരം നമ്മൾ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, കോട്ടയത്തെ എനിക്കൊരു സുഹൃത്തുണ്ട്, അയാളെ കാണാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. എന്താ, ലോങ് ഡ്രൈവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പപ്പ. അല്ലെങ്കിലും അവിടെ ഇങ്ങനെ ഊമിയെ പോലെ ഇരിക്കുന്നതിലും നല്ലത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി നടക്കുന്നത് തന്നെയാ നല്ലത്. അവിടെ ഒരു പണിയും എന്നെ കൊണ്ട് ചെയ്യിക്കാറില്ല. എല്ലാ പണിയും ചെയ്യാൻ ഓരോരുത്തരുണ്ടല്ലോ. വെറുതെ ഇരുന്ന് ഞാനും മുഷിഞ്ഞായിരുന്നു എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ഈ ട്രിപ്പിൽ ഞാൻ നിന്നെയും കൂടെ കൂട്ടിയെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്.
പിന്നെ നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അതും ആകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. അപ്പൊ അലീന പറയുന്നുണ്ട്, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട് പപ്പ. ഇപ്പൊ ഒന്നും വേണ്ട, ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിലുള്ളതും അച്ഛൻ മേടിച്ചു തന്നതും പപ്പ മേടിച്ചു തന്നതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വേണ്ടെന്ന് തന്നെ പറയുകയാണ് അലീന. പക്ഷേ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് പോരാ, ഇപ്പോൾ നീ എൻ്റെ മോളാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ വേണം നീ ജീവിക്കാൻ. നീ ഉപയോഗിച്ചിരുന്ന പഴയ ഡ്രസ്സെല്ലാം കളഞ്ഞിട്ട് അത്യാവശ്യം വിലയുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ഡ്രസ്സുകളാണ് ഇനി നീ ഇടേണ്ടത്. നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം, എത്ര കാശായാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, എപ്പോഴും ഓഫ്റേജിൽ വളർന്ന കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, അതെനിക്കിഷ്ടമല്ല. എന്ത് മേടിക്കുന്ന കാര്യം പറഞ്ഞാലും നീ ഉടനെ ഓഫ്നേജിലെ കാര്യങ്ങളാണല്ലോ എടുത്തിടാറുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിന്നോട് പ്രത്യേകം ഇത് പറഞ്ഞത്. അത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു. അത് കേൾക്കുമ്പോൾ എനിക്ക് തലവെറുക്കുന്നത് പോലെ തോന്നുക. അതുകൊണ്ട് നീ ഇനി ഓഫ്നേജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയണ്ട എന്നും പറഞ്ഞ് അലീനെ ഒന്ന് വിലക്കി നിർത്തുന്നുണ്ട് സ്റ്റാൻലി. അലീന ഒന്നും മിണ്ടാതെ സ്റ്റാൻലി പറഞ്ഞത് കേട്ടിരുന്നു. അലീന ചോദിക്കുന്നുണ്ട്, പപ്പ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണെന്നല്ലേ പറഞ്ഞത്? ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ എന്നെ കൂടെ കൂട്ടണ്ടായിരുന്നല്ലോ പപ്പ. ഞാൻ ആരാണെന്ന് അവരൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ പപ്പയ്ക്ക് ഞാൻ ആരാണെന്ന് തുറന്നു പറയേണ്ടി വരില്ലേ? അത് പപ്പയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഓ അതിനിപ്പോൾ എന്ത് ബുദ്ധിമുട്ട്? നീ എൻ്റെ മകളാണെന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് മറ്റുള്ളവരോട് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല അലീന. അതോർത്ത് നീ വിഷമിക്കണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ അലീന? ഇല്ലെങ്കിൽ നമുക്കത് എടുക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല പപ്പ, പാസ്പോർട്ടൊന്നും എനിക്കില്ല. എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ എവിടെ പോകാനാ? പുറത്തേക്കൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അതിന്റെ ആവശ്യമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിന്റെയൊക്കെ ആവശ്യം ഉണ്ട് അലീന. ഇനി അതൊക്കെ ആവശ്യം വരും. ഞാനൊരു വേൾഡ് ടൂർ പോകാനായിട്ട് ആലോചിക്കുന്നുണ്ട്. വേൾഡ് ടൂറോ? അലീന അതിശയത്തോടെ തന്നെ ചോദിക്കുകയാണ്. അതെ, നിന്നെയും കൂട്ടി ഞാൻ ഈ ലോകം മുഴുവൻ കറങ്ങാൻ പോവുകയാണ്. അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ പപ്പ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴേക്കും കാശാകും, ഒരുപാട് കാശാകും. എത്ര കാശായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ മോളുടെ കൂടെ കുറച്ചു ദിവസം എനിക്ക് അടിച്ചു വിളിച്ച് സന്തോഷത്തോടെ നടക്കണമെന്ന് പറയുകയാണ് സ്റ്റാൻലി. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാളും ജീവിച്ചതുപോലല്ല. ഇനി സ്റ്റാൻലി ജോസഫിന്റെ മകളായിട്ടാ നീ ജീവിക്കാൻ പോകുന്നത്. അത് പിന്നെ പപ്പ, അത് വേണോ? ഇത്രയും കാശ് ചെലവാക്കി നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ അലീന വീണ്ടും ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, സ്റ്റോപ്പ് അലീന, എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നതെന്ന്. എനിക്കത് കേൾക്കണ്ട. ഓഫ്നേജിന്റെ കാര്യമല്ലേ നീ പറയുന്നത്? അത്രയും കാശുണ്ടെങ്കിൽ 1-2 മാസത്തേക്ക് ഓഫ്നേജിലെ കുട്ടികൾക്ക് ആഹാരത്തിനുള്ളത് കൊടുക്കാൻ പറ്റും എന്നല്ലേ നീ പറയാൻ വരുന്നത്? എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞു, ഓർഫനേജിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായമൊക്കെ നമുക്കതിന്റെ മുറയ്ക്ക് തന്നെ ചെയ്യാം. എല്ലാ മാസവും അവർക്കൊരു വിഹിതം മാറ്റി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിക്ക് തന്നെ ചെയ്യാം എന്നും പറഞ്ഞ് നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നീ മറത്തൊന്നും പറയാൻ നിൽക്കണ്ടെന്നും സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ അതും കൂടി പറയുമ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ അലീന നിശബ്ദമായി പോവുകയാണ്. താൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോകുന്നെന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും സംസാരിച്ച് ആദ്യം തന്നെ സ്റ്റാൻലി ഒരു ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ വണ്ടി നിർത്തുന്നുണ്ട്. എന്താ പപ്പ, എനിക്കൊന്നും പർച്ചേസ് ചെയ്യാനില്ല. എന്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ മോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങ് എന്നും പറഞ്ഞ് അലീനയും കൂട്ടി ബലമായി തന്നെ ഷോപ്പിംഗ് മോളിലേക്ക് കയറി ചെല്ലുകയാണ് സ്റ്റാൻലി. എന്നിട്ട് അവിടെ നിന്നിരുന്ന സെയിൽസ് ഗേളിനോട് പറയുന്നുണ്ട്, സോപ്പ് ജേപ്പ് മുതൽ ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തോളൂ. എല്ലാം നല്ല സാധനങ്ങളായിരിക്കണം, എത്ര കാശായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ പകച്ച് സ്റ്റാൻലിയെ നോക്കി നിന്നു പോവുകയാണ്. പിന്നീട് അലീനയും കൂട്ടി സ്റ്റാൻലി ഡ്രസ്സിംഗ് സെക്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട്. വില കൂടിയ ഡ്രസ്സുകൾ തന്നെ, ഇട്ടുള്ള സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന നല്ല ഫാഷനിലുള്ള ഡ്രസ്സുകൾ തന്നെ എടുക്കാനായിട്ട് അവിടുത്തെ സെയിൽസ് ഗേളിനോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ഫുട്വെയർ സെക്ഷനിലേക്കും ജ്വല്ലറി സെക്ഷനിലേക്കും ഒക്കെ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വലിയൊരു പർച്ചേസിങ്ങിന് ശേഷം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ പർച്ചേസാണ് അവിടെ കഴിഞ്ഞത്. 1.5 ലക്ഷത്തിനടുത്ത് ബില്ല് വന്നപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, പപ്പ എന്താ പപ്പ ഇത്? എനിക്കിതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ തന്നെ 1-2 എണ്ണത്തിന്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയധികം എനിക്ക് ആവശ്യമില്ല പപ്പ, നമുക്കിതൊക്കെ തിരികെ കൊടുക്കാം എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും അലീനയെ ഒന്ന് ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുകയാണ് സ്റ്റാൻലി. അലീന പറയുന്നത് ഒന്നും തന്നെ സ്റ്റാൻലി കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് അവിടുന്ന് ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവർ പിൻഭാഗത്തെ സീറ്റിൽ വെച്ചതിന് ശേഷം നേരെ പിന്നീട് പോകുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. അലീന ഒരു പരിഭ്രമത്തോടെ തന്നെ സ്റ്റാൻലിയോടൊപ്പം കയറി ചെല്ലുന്നുണ്ട്. കൈയൊക്കെ കഴുകിയതിനു ശേഷം അവർ ഒരു ടേബിളിലിരുന്നു.
വെയിറ്റർ വന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അലീന സ്റ്റാൻലിയെ നോക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് സ്റ്റാൻലി പറയുമ്പോഴേക്കും പപ്പ എന്താണ് കഴിക്കുന്നത്, തനിക്കും അത് തന്നെ മതിയെന്ന് അലീന പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയ്ക്കും വില കൂടിയ ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് രണ്ടുപേരും ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങുകയാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്തും അലീന ചോദിക്കുന്നുണ്ട്, ഇനി എന്താ പപ്പയുടെ പ്ലാൻ, പപ്പയുടെ ഫ്രണ്ടിനെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കാണണം, ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ് സ്റ്റാൻലി. വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ലേ മോളെ എന്ന്. അലീന പറയുന്നുണ്ട്, ഇല്ല പപ്പ, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല, ജനിച്ച് ഇത്രയും നാളായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല, എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല പപ്പ, മോഡൽ ലുക്ക് ആകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഞാനായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം നിർബന്ധിച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ അലീനയ്ക്ക് തന്നോടുള്ള ഒരടുപ്പം അകന്നു പോകുമോ എന്നൊരു ഭയം കൂടി നമ്മുടെ സ്റ്റാൻലിയുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് അവർ കുറച്ച് കൊച്ചു വർത്താനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നേരെ കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫോണിൽ നിന്റെ ID പ്രൂഫ്സ് ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ഉണ്ട് പപ്പ എന്ന് പറയുമ്പോഴേക്കും എങ്കിൽ നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ കൂടി കയറിയിട്ട് പോകാം എന്നിങ്ങനെ പറയുകയാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണമെന്നും കൂടി അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. ആഹാ, അത് പപ്പ കാര്യമായിട്ട് പറഞ്ഞാണോ? ഞാൻ ഓർത്തു വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന്. ഇപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് പോകേണ്ട ആവശ്യമുണ്ടോ പപ്പ എന്ന് അലീന വീണ്ടും ചോദിക്കുകയാണ്. വേണം, നിന്നെയും കൂട്ടി കുറേ സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകണം മോളെ. തിരുവനന്തപുരവും എറണാകുളവും കഴക്കൂട്ടവും ഓഫ്ലൈൻസും അല്ലാതെ നീ വേറെ ഒരിടത്തേക്കും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടത്ര ലോകപരിചയവും ഇല്ല. ഇനി അങ്ങനെ ആയാൽ പറ്റില്ല. എല്ലാ സ്ഥലത്തും പോകണം, കാണാനുള്ള കാഴ്ചകളൊക്കെ കാണണം, അനുഭവിക്കാനുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കണം. ഈ പപ്പയുള്ളിടത്തോളം കാലം നീ സന്തോഷമായിട്ടിരിക്കണം മോളെ എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. അലീനയും മറുത്ത് ഒന്നും തന്നെ പറയാതെ മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് അവർ നേരെ ചെല്ലുന്നത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നുണ്ട്. തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പപ്പ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്നത് കാണുമ്പോൾ സ്റ്റാൻലിയോടും അലീനയ്ക്ക് സ്നേഹം തോന്നുകയാണ്. പപ്പയുടെ മനസ്സിൽ എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കേണ്ട രീതിയിൽ കാണിക്കാത്തതാണെന്ന് അലീന തിരിച്ചറിയുന്നുണ്ട്. അപ്പോഴും അലീന ചോദിക്കുന്നുണ്ട്, പപ്പ എല്ലാം കഴിഞ്ഞില്ലേ? പാപ്പ, നമ്മൾ പ്ലാൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു, എന്തിനാണോ നമ്മൾ വന്നത് അത് മാത്രം നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ അതൊന്നും മറന്നിട്ടില്ല. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. നമ്മുടെ കുടുംബ വക്കീലിനെ കാണാനാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും വക്കീലിന് അറിയാം. എനിക്ക് എവിടെയൊക്കെ സ്വത്തുക്കളുണ്ട്, എത്ര ആസ്തിയുണ്ട് എന്നുള്ളതെല്ലാം അയാൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കുള്ളതെല്ലാം എൻ്റെ മക്കൾക്കും കൂടി ഉള്ളതാണല്ലോ. എനിക്കിപ്പോൾ 3 മക്കളല്ല 4 മക്കളുണ്ടെന്ന് അയാളെ അറിയിക്കണം. ഒപ്പം എൻ്റെ എല്ലാ സ്വത്തുക്കളിലും നിനക്ക് അവകാശമുണ്ടെന്നും കൂടി പറയുകയാണ് സ്റ്റാൻലി. അലീന പറയുന്നുണ്ട്, അത് വേണ്ട പപ്പ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ പപ്പ എനിക്ക് വേണ്ടി ചെയ്യുന്നതും ഒക്കെ ഒരുപാടാണ്. ഇനി പപ്പയുടെ സ്വത്തുക്കളിലുള്ള അവകാശം കൂടി എനിക്ക് വേണ്ട. എന്നെ പപ്പ മകളായി അംഗീകരിച്ചതും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതും എനിക്ക് വേണ്ട എല്ലാം ഞാൻ ചോദിക്കാതെ തന്നെ ചെയ്തു തരുന്നതും അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. അത് മതി പപ്പ. പപ്പ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ ഞാൻ സംതൃപ്തിയാണ്. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുകൂടി വേണ്ട. പപ്പയുടെ ഭാര്യയും മക്കളും ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് വന്ന് ഒരു വലിയ വഴക്കുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പപ്പ എനിക്ക് വേണ്ടി ഇനിയും ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ പറയാട്ടോ അലീന. ഇതൊന്നും വേണ്ട പപ്പ എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അലീന. അലീന പറയുന്ന ഒന്നും കാര്യമാക്കാതെ സ്റ്റാൻലി നേരെ കുടുംബ വക്കീലിന്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അലീനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം അലീനയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇവൾ എൻ്റെ സ്വന്തം ചോരയാണ്, എൻ്റെ മകളാണ്, എനിക്കുള്ളതെല്ലാം ഇവൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. എൻ്റെ സ്വത്തുക്കൾക്ക് ഇനി മുതൽ 4 അവകാശികൾ ഉണ്ടായിരിക്കും. പണ്ട് ഞാൻ ആഗ്ര കോൺവെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീയിൽ എനിക്കുണ്ടായ മകളാണ് ഇവൾ. ഇത്രയും നാളും ഇവൾ എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മകളെ എനിക്ക് കിട്ടിയത്. ഇപ്പോഴാണ് എൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഇവൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇവൾ എൻ്റെ ചോരയാണെന്നൊക്കെ തന്നെ അയാളുടെ മുമ്പിലും സ്റ്റാൻലി അഭിമാനത്തോടെ തന്നെ പറയുക കേട്ടോ. വിവാഹത്തിന് മുമ്പ് തനിക്ക് ഇങ്ങനൊരു മകൾ ജനിച്ചു എന്ന് മറ്റുള്ളവരോട് പറയുമ്പം നാണക്കേട് ഉണ്ടാകുമെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ് സ്റ്റാൻലി ചെയ്യുന്നത്. ആരോടും എന്തും സ്റ്റാൻലി ഒരു മടിയും കൂടാതെ തുറന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ടാണ് അവർ രണ്ടാളും അവിടുന്ന് തിരിക്കുന്നതും. അലീന ആകെ നല്ല വിഷമത്തിലാണ് കേട്ടോ. ഇതിന്റെ പേരിൽ ഇനി ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് അലീന ആകെ വിഷമിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി അലീനയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് കടപ്പാട്ടൂര് വൈജയന്തി തിരികെ ജോലിക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇത്രയും നാളും, അതായത് 5-6 മാസമായിട്ട് വൈജയന്തി ലീവിലായിരുന്നല്ലോ. വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് തന്നെ മെഡിക്കൽ ലീവിലായിരുന്നു വൈജയന്തി. അതുകൊണ്ട് തന്നെ തിരികെ ജോലിക്ക് കയറാൻ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. കോട്ടയത്തുള്ള ഹെഡ് ഓഫീസിൽ പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റും പേപ്പേഴ്സും ഒക്കെ കൊടുക്കാനുണ്ട്. പിന്നെ വൈജയന്തിയുടെ കാർ പൂർണ്ണമായും തകർന്നു പോയത് കൊണ്ട് ഒരു യൂസ്ഡ് കാറും കൂടി എടുക്കണം.
ബാലചന്ദ്രനോട് പറഞ്ഞെങ്കിലും വൈജയുടെ ആവശ്യം ബാലചന്ദ്രൻ അംഗീകരിച്ചില്ല. മറ്റാരുടെയും സഹായമില്ലെങ്കിലും തൻ്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കിക്കൊള്ളാം എന്നൊരു വാശിയിലാണ് വൈജയന്തി. ബാലചന്ദ്രൻ്റെ മക്കളുമൊക്കെ ഇപ്പോൾ വൈജയ്ക്ക് എതിരാണല്ലോ. അതുകൊണ്ട് വൈജയന്തി ഒരു കോൾ ടാക്സി ബുക്ക് ചെയ്താണ് കോട്ടയത്തേക്ക് പോകുന്നതും. അങ്ങനെ കോട്ടയത്ത് വെച്ച് വൈജയന്തി അപ്രതീക്ഷിതമായി അലീനയെ കാണുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ വൈജയന്തിക്ക് വിറഞ്ഞു കയറുകയാണ്. വണ്ടി നിർത്തി അലീനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട് വൈജയ്ക്ക്. എന്താന്ന് വെച്ചാൽ അന്ന് കടപ്പാട്ടൊരു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അലീനയ്ക്ക് കുറച്ച് സ്വർണവും ഡ്രസ്സും ഒക്കെ ബാലചന്ദ്രൻ നൽകിയല്ലോ. ആ 12.5 പവൻ സ്വർണത്തിന്റെയും 17,000 വിലയുള്ള ഡ്രസ്സിന്റെയും ബാങ്ക് ബാലൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് വൈജയന്തിക്ക് അലീനയോട് ചോദിക്കാനുണ്ടായിരുന്നത്. പെട്ടെന്നാണ് വൈജയന്തി ആ കാറും അലീനയുടെ ഡ്രസ്സിങ്ങും ഒക്കെ നോക്കുന്നത്. മൊത്തത്തിൽ ഒരു മാറ്റം. അലീനയുടെ കൂടെയുള്ള ആളെ കാണുന്ന നിമിഷം വൈജയന്തി അന്താളിച്ച് നിന്ന് പോവുകയാണ്. 23 വർഷം മുമ്പ് താൻ ജീവനതുല്യം സ്നേഹിച്ച സ്റ്റാൻലി ജോസഫ്. അയാളെ കണ്ട മാത്രയിൽ മിന്നൽ വേഗത്തിൽ വൈജ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു. അവർ കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നത് നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ വൈജയ്ക്ക് കഴിഞ്ഞില്ല. വൈജയന്തിക്ക് അപ്പോഴും കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലായിട്ടുമില്ല. അലീന, ആ നശിച്ചവൾ എങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തെത്തി? ഇതെങ്ങനെ സംഭവിച്ചു? അവളെ അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇനി അയാൾ മുഖേനയാണോ അലീന പഴയ ആഗ്രഹകഥകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ ഒരു 100 സംശയങ്ങൾ വൈജയുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പിന്നെ വൈജയന്തി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ്. അവിടെ ചെന്ന് വൈജയന്തി വലിയൊരു ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഗംഗാധര മേനോനും ശിവശങ്കറും സൗദാമിനി അമ്മയും മനുവുമൊക്കെ വൈജയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിന്നു. താൻ ഇന്ന് അലീനയെ കണ്ടു എന്ന് പറയുകയാണ് അവരോട്. അപ്പോൾ എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കോട്ടയത്ത് വെച്ചാണ് അവരെ കണ്ടതെന്ന് പറയുന്നുണ്ട്. അവരെന്ന് പറയുമ്പോൾ അലീനയുടെ കൂടെ വേറെ ആരുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി ജോസഫ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വൈജ പറയുന്നുണ്ട്. ആ നശിച്ചവൾ, എൻ്റെ കുടുംബം കുളം തോണ്ടിയ ആ വൃത്തികെട്ടവള്, അതും എൻ്റെ ലാലിച്ചൻ്റെ കൂടെയാണ് ഞാൻ കണ്ടത്. അതാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത്. അവൾ എങ്ങനെ ലാലിച്ചൻ്റെ അടുത്തെത്തി? അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കഴക്കൂട്ടത്തെ ഓഫനേജിൽ നിന്ന് അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നാന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ അവൾക്ക് സ്റ്റാൻലിയെ അറിയാവുന്നത് എന്നൊക്കെ ചോദിച്ച് വൈജ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും അവൾ അവിടെ വന്നപ്പോൾ പല പ്രാവശ്യം ആഗ്രയിലെ പഴയ കഥകളൊക്കെ അറിയാമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്കറിയാം. ഇങ്ങോട്ടേക്ക് യാത്ര പറയാനാണെന്ന് പറഞ്ഞ് അവൾ വന്നപ്പോൾ പോലും അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. പഴയ ആഗ്രഹ കഥകളെല്ലാം അവൾക്ക് അറിയാമെന്നും ഒത്തിരി അഹങ്കാരം കാണിച്ചാൽ അവൾ അതൊക്കെ പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് അപ്പോഴേ അവളെ സംശയമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ അവൾക്കറിയാം. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് വൈജയന്തി തർപ്പിച്ച് തന്നെ പറയുമ്പോഴും അവരതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ പകച്ച് തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്രനും അലീനയ്ക്കും സത്യങ്ങൾ അറിയാമെന്ന് അവരാരും തന്നെ പറയുന്നുമില്ല. അവർ വൈജയെ സമാധാനിപ്പിക്കാനാണ് നോക്കുന്നത്. എന്നാൽ വൈജയന്തിക്ക് നല്ല ഭയമാണ് കേട്ടോ മനസ്സില്. അലീനയുമേയും ബാലനും ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ ഇപ്പൊ നല്ല കൂട്ടിലാണല്ലോ. അവൾ മുഖേന ഇനി ഈ രഹസ്യമൊക്കെ അവരറിയുമോ? അതോടെ തന്റെ ജീവിതം അവസാനിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട് നിൽക്കുകയാണ് വൈജയന്തി. എന്തായാലും സൗദാമിനിയമ്മയും സഹോദരങ്ങളും വൈജയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തിരികെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് എത്തുന്ന വൈജയന്തി ആകെ തകർന്നാണ് വരുന്നത്. വിവാഹത്തിന് മുമ്പ് ജീവിച്ച ജീവിതവും വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ഓർത്ത് തീ തിന്നുകയാണ് വൈജയന്തി. ഭർത്താവിന്റെ ഭാഗത്തുനിന്നോ മക്കളുടെ ഭാഗത്തുനിന്നോ തനിക്കൊരു സപ്പോർട്ടും ഇല്ല. ഇപ്പൊ കടപ്പാട്ടൊരു വീട്ടിൽ ഒറ്റയാൾ പോരാട്ടമാണ് നടക്കുന്നത്. അവസാനം ആരുടെയും മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ പോലും വൈജ ചിന്തിച്ചു പോകുന്നുണ്ട്. പിന്നീട് കൃഷ്ണയെയും ബബിതയും രോഹിത്തിനെയും വിളിച്ചു നിർത്തി അലീനയെ നിങ്ങളുടെ അച്ഛൻ എവിടേക്കാണ് കൊണ്ടുവിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി. എങ്കിലും അവർക്ക് കുളത്തൂപ്പുഴ എന്ന സ്ഥലം മാത്രമേ അറിയുള്ളൂ എന്നും അവിടെ ആരുടെ വീട്ടിലേക്കാണ് അച്ഛൻ അലീന ചേച്ചിയെ കൊണ്ടാക്കിയതെന്നും അറിയില്ലെന്നും പറയുന്നുണ്ട്. കൃഷ്ണമ്മക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും കൃഷ്ണ ഒന്നും തന്നെ തുറന്നു പറയാൻ നിന്നില്ല. അമ്മയുടെ സ്വഭാവം കൃഷ്ണമ്മക്ക് നന്നായി അറിയാമല്ലോ. അലീന ഇതുവരെ ആരോടും ഈ രഹസ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് വൈജയന്തി ഇപ്പോൾ നിൽക്കുന്നതും. പഴയ കഥകളൊക്കെ തന്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെ മുമ്പിൽ പോലും തല നിവർത്തി നിൽക്കാനാവില്ലെന്നും ഇതിൽ പരം വേറൊരു അപമാനം എന്ത് വേണമെന്നൊക്കെ വൈജയന്തി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ രഹസ്യങ്ങളൊന്നും ഇതുവരെ തന്റെ ഭർത്താവും മക്കളും അറിഞ്ഞിട്ടില്ലെന്നുള്ളൊരു ആശ്വാസത്തിൽ തന്നെ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ അലീനയും സ്റ്റാൻലിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും അവർ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആൻ്റപ്പനോടും പൗലോസിനോടും ബൈജുനോടും ഒക്കെ ആയിട്ട് അലീനയുടെ റൂമിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ കുറേയധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അലീനയ്ക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നത് കാണുമ്പോഴേക്കും അവർക്കൊക്കെ അലീനയോട് തീർത്താ തീരാത്ത ദേഷ്യവും ഒരുതരം വൈരാഗ്യം പോലെയൊക്കെ തോന്നുകയാണ്. തങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വന്നവളാണോ ഇവൾ എന്ന് വരെ അവർ അലീനയെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്